ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവേരയുടെ ജെല്ലെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്നിപ്പം പറയാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ വീടുകളിൽ നാച്ചുറലായിട്ടുള്ള അലോവേര ഇല്ല എങ്കിൽ, ജെല്ലൊക്കെ ആയിരിക്കുന്നെങ്കിൽ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ജെല്ലെടുത്ത് നമുക്ക് വേറെ സാധനങ്ങളുടെ കൂടെയൊക്കെ കാപ്പിപ്പൊടി, നാരങ്ങാനീര്, അങ്ങനെയുള്ള വേറെ എന്തിൻ്റെയെങ്കിലും ഒക്കെ കൂടെ നമുക്ക് ജെൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഈ ഒരു അലോവേര, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇങ്ങനെ കിട്ടുന്ന അലോവേര ഞാനിപ്പോൾ അത് ഒടിച്ച് വെച്ചതാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് ഒരു മണിക്കൂർ, ഇത് കണ്ടോ, ഒരു ശകലം പോലും ഇല്ല. ഞാനിപ്പോൾ ഒടിച്ച വശം ഇത് നമ്മൾ കുത്തിച്ചാരി വെച്ച വശം, ഒരു ശകലം പോലും ഇല്ലാതെ മഞ്ഞക്കറ ഇല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചിലർ പിന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ശുഭ അലോവേര തേക്കുമ്പോൾ അലർജി ആണോ എന്നറിയത്തില്ല, ചൊറിയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചൊറിയുന്നതിൻ്റെ മെയിൻ കാര്യം, ഇത് ഒടിച്ചെടുത്ത ഉടനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യും. ഏറ്റവും അടിയിലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ കുത്തിച്ചാരി അവിടെ ഒരു 1/4 മണിക്കൂർ അങ്ങ് വെക്കും. അതിന് ശേഷം മാത്രമേ പിന്നെ ഒന്നും കൂടെ കഴുകിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഞാനിപ്പം കത്തി എടുത്തുകൊണ്ട് വന്നില്ല, അതുകൊണ്ട് നമ്മുടെ ഈ മുള്ള് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇതേ ഒരു വശത്തെ പോയി. പിന്നെ നമുക്ക് ഈ വശവും, നമ്മുടെ കത്തി ഉണ്ടെങ്കിൽ 2 സൈഡും അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ കത്രികയൊക്കെ ഇരിപ്പുണ്ട്, ത്രെഡ് ചെയ്യുമ്പോൾ വെട്ടുന്ന കത്രിക, ഇതും കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ കത്രിക കൊണ്ടാണേലും കട്ട് ചെയ്തങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുള്ള് പോലെയുള്ള ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് അങ്ങ് പോകും. പിന്നെ എന്ത് ചെയ്യണം, നിറച്ച് ജെല്ലാണ് ഇതിനകത്ത് കേട്ടോ. ഞാനിപ്പോൾ രാവിലെ കുളിച്ചതായതുകൊണ്ട് എൻ്റെ മുഖമെല്ലാം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് കയറി വന്നേ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ ഒന്ന് പൊളന്നെടുക്കുക. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ വൈറ്റമിൻ ഇയുടെ ചെറിയ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടും കൂടെ ആണെങ്കിൽ, ഒരുപാട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ തേച്ച് അത്ര അങ്ങോട്ട് വലിയ ഡ്രൈ ആയിട്ടല്ല എൻ്റെ മുഖം ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണ് കേട്ടോ, ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ, ഒത്തിരി പേര് പറയുന്നില്ല ശുഭേ എൻ്റെ ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്, വാട്സപ്പിലൊക്കെ വന്ന് ഒത്തിരി പേര് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ ഈ അലോവേര നമ്മുടെ ഈ സീസൺ കഴിയുന്നിടം വരെ, അതായത് ഈ ഒരു ഭയങ്കര വെയിലും ഒരു തണുപ്പും ഒരു മഞ്ഞുകാലം എന്ന് പറയുന്ന പോലെയുള്ള മഞ്ഞൊന്നുമില്ല എങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ തണുപ്പൊക്കെ ഇല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു അലോവേരയുടെ പീസ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക്, ഇവിടെ മിറർ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്, നന്നായിട്ട് നമ്മൾ നമ്മുടെ ചുണ്ടയിലും എല്ലാം തേച്ച് കൊടുക്കാവേ. നല്ലപോലെ മസാജ് ചെയ്യുക. കവളിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കൂടുതലും ഡ്രൈ ആകുന്ന ഏത് ഭാഗമാണ്, ഇപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്താലും നമ്മുടെ കഴുത്തേലും ചെയ്ത് കൊടുക്കണം. ഇത് വലിയ ചിലവില്ലാത്ത കാര്യമാണ്, ഒരു പൈസ പോലും ചിലവാക്കാത്ത കാര്യമാണ്. പിന്നെ അലോവേര വാങ്ങി ഒരു തണുപ്പാണെന്നറിയോ സ്കിന്നിനെ നനുത്ത സ്കിന്നാക്കാനും നല്ല ഗ്ലോ കിട്ടും. ഇത് കണ്ടോ, തേച്ചപ്പോൾ തന്നെയുള്ള ഗ്ലോ കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഓയിലും പിന്നെ മറ്റേ ഓരോ കാര്യങ്ങളൊക്കെ തേച്ച് നമ്മുടെ സ്കിന്നിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷം ഇല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാൻ കൂടുതലും സാധ്യത. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് ചുളിവുകൾ വരാനും, അങ്ങനെയാണ് നമുക്ക് ചുളിവുകൾ വരുന്നത്. നമ്മുടെ സ്കിന്ന് ഡ്രൈനെസ് കൂടുമ്പോഴാണ് ചുളിവുകൾ വരാനായിട്ട് സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ ആ ചുളിവിനെ കളയാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നും നമ്മുടെ സ്കിന്നിന് ഇട്ട് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അലോവേര. കിടക്കാൻ നേരം രാത്രിയിൽ ഇട്ടുകൊണ്ടങ്ങ് കിടക്കുവാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. നിങ്ങൾക്കും വായിപ്പോയി, നിങ്ങൾക്ക് ഇത് ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് ഇഷ്ടമാണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ അലോവേര ഇങ്ങനെ നല്ലപോലെ തേച്ച് മസാജ് ചെയ്ത് നമുക്ക് സ്കിന്നിൽ ഇട്ടുകൊണ്ട് കിടക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ഞാനൊക്കെ കഴുകിക്കളയും കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. അലോവേര നമ്മൾ സിറമൊക്കെ യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ ഒരു ഇതല്ലേ ഉള്ളൂ. പക്ഷെ ജെല്ലായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുവാണെങ്കിൽ അതിനകത്ത് കെമിക്കലൊക്കെ ചേർത്താണ് അവർ ജെല്ലായിട്ട് എത്ര നാൾ കടകളിലൊക്കെ ഇരുന്നിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ അത് രാത്രി ഇട്ടുകൊണ്ട് കിടക്കരുത് കേട്ടോ.
അത് രാത്രി ഇട്ടുകൊണ്ട് കിടക്കാൻ കൊള്ളത്തില്ല. ഇതുപോലെ ഫ്രഷ് അലോവേര ആണെങ്കിൽ മാത്രം രാത്രി ഇട്ടുകൊണ്ട് കിടക്കാൻ നല്ലതാണ് കേട്ടോ. ഇപ്പം രാത്രി ആകുന്ന നേരം നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ കഴുകി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ചുണ്ടിൻ്റെ സൈഡ്, ഇവിടെ രണ്ടിടത്തും, മൂക്കിൻ്റെ 2 സൈഡ്, മൂക്കിൻ്റെ നടുഭാഗം, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഡ്രൈനസ് ഉണ്ടാകുന്നതും കറുപ്പുണ്ടാകുന്നതും ചുളിവ് വരുന്നതും ഒക്കെ കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ ഇത് കേട്ടോ. കണ്ണിൻ്റെ ഈ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ കറുപ്പ് മാറാനും പിന്നെ ഈ കവളയിലുള്ള ബ്ലാക്ക് സ്പോട്ട്സ്, കവളയിലൊക്കെ ഒരു ഡ്രൈനസ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഒരു സൂപ്പർ സാധനമാണ് നമ്മുടെ അലോവേര. അലോവേര സത്യം പറഞ്ഞാൽ അലോവേരയ്ക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നറിയാമോ? വൈറ്റമിൻസിൻ്റെ കലവറയാണ് കേട്ടോ അലോവേര. നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനും നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനും ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം അലോവേര കേട്ടോ. ഇനി നമുക്ക് പൊട്ടെടുത്ത് കൊടുത്തിട്ട് നമുക്ക് നെറ്റിയിലും കൂടെ ഇടാം. നെറ്റിയിലും ഇതുപോലെ കൂടുതലും ഡ്രൈനസും ഒക്കെ അടിക്കുന്ന ഭാഗമാണ് കേട്ടോ നെറ്റി എന്ന് പറയുന്നത്. നെറ്റിയിൽ ഇങ്ങനെ വര പോലെ ചിലരുടെയൊക്കെ കാണത്തില്ലേ? നമ്മുടെ ഓയിൽ തേച്ച് ഒത്തിരി പേരുടെ നെറ്റിയിലെ വര മാറിയെന്നും പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ അടിയിൽ പോയി കമൻറ്റ് ഇടാൻ. ഞാൻ നോക്കിയില്ല കേട്ടോ ഇട്ടിട്ടുണ്ടോയെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ കമൻറ്റ് മൊത്തം ഈ ഒരു ഇരിപ്പിനങ്ങ് വായിക്കുമ്പോൾ എല്ലാം കൂടെ വായിക്കും. എല്ലാവർക്കും റിപ്ലൈയും തരും. എന്നാലും ഞാൻ നോക്കും കേട്ടോ. എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ. വീഡിയോയുടെ അടിയിൽ എല്ലാവരും കമൻറ്റ് ഇടണേ. ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഞാൻ റിപ്ലൈയും തരും. ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങ് മസാജ് ചെയ്യുന്നേ. നമ്മുടെ സ്കിന്നിൽ വേറെ ആരെങ്കിലും വന്ന് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വരുമോ? അപ്പം നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അലോവേരയുടെ ഈ ഫുള്ള് ജെല്ലും പോകുന്നിടം വരെ ഞാൻ മസാജ് ചെയ്യും. ഉണ്ടോ? നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. ഇത് നിറയെ വൈറ്റമിൻസിൻ്റെ കലവറയാണ്. നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ വരാനും മുഖത്തിന് നല്ല സോഫ്റ്റ് സ്കിന്നാക്കാനും പിന്നെ ഡ്രൈനസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാൻ, കറുത്ത കുത്തുകൾ, കറുത്ത പാടുകൾ, എന്തെങ്കിലുമൊക്കെ അലർജി മൂലം ഉള്ള ഇങ്ങനെ പാടുകളൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ നല്ല സൂപ്പർ സാധനമാണ് ഈ അലോവേര. പിന്നെ ഈ അലോവേരയുടെ അകത്തോട്ട് EVON എന്ന് പറഞ്ഞ ടാബ്ലറ്റും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് മസാജ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഫലം കേട്ടോ. പിന്നെ നമ്മൾ ഓയിൽ തേക്കുന്നവർക്ക് വൈറ്റമിൻ ഇയുടെ ഗുണം കൂടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവേര തന്നെ ഇട്ടങ്ങോട്ട് മസാജ് ചെയ്യാമെന്ന് കരുതിയത്. ഓയിൽ അതുകൊണ്ടാണ് അപ്ലൈ ചെയ്യാൻ. ഇതിനകത്തോട്ട് വൈറ്റമിൻ ഇ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ. വൈറ്റമിൻ ഇ ഓയിലും നമ്മൾ തേക്കുന്നുണ്ടല്ലോ മുഖത്ത്, നമ്മളല്ലാതെ ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് വൈറ്റമിൻ ഇയുടെ ഗുണം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അലോവേര മാത്രം. അതുകൊണ്ട് നമ്മൾ ഇടുമ്പം തന്നെ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബേബി സ്കിന്നായ പോലെ നമുക്ക് തോന്നും. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിക്കുക. ഇങ്ങനെ ഒരു മിറർ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും. സ്കിന്നിനെ നല്ല ഇത് കൊണ്ടോ ഇവിടെയൊക്കെ ഇച്ചിരി ഡ്രൈനസ് ഉണ്ടായിരുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു സീസണിൽ എൻ്റെ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ ഇച്ചിരി ഡ്രൈനസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കണ്ടോ നമ്മുടെ കവളയിലും ഒക്കെ ഒന്ന് നന്നായിട്ട് നമ്മുടെ നെറ്റിയിലും നല്ലപോലെ തേച്ച് കൊടുത്തു. പുരികത്തേലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. പുരികത്തേലൊക്കെ പുരികം വളരാനും ഒക്കെ നല്ലത് അലോവേര. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ലാഷസിൽ നമുക്കിത് ഇങ്ങനെ തേച്ച് കൊടുക്കാവേ. ഇത് കണ്ടോ, അത്രയ്ക്ക് നല്ലൊരു സാധനമാണ് അലോവേര ജെല്ല്. പിന്നെ കണ്ണട വെച്ച പാടൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മസാജ് ഞാൻ ഓയിൽ തേച്ചിട്ടുള്ള മസാജ് എന്നും പറഞ്ഞ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ണിനകത്ത് പോകുമ്പം ഇച്ചിരി ഒരു നീറ്റൽ പോലെ വരും. കണ്ണകത്ത് പോയില്ല, ഇത് ഇവിടെ ഫുള്ളായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരുടെയും വീടുകളിൽ ഇഷ്ടംപോലെ അലോവേര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മിച്ചമുള്ള നമ്മുടെ കയ്യിലൊക്കെ പറ്റിയത് എന്ത് ചെയ്യാം? നമ്മുടെ വിരലയിലോട്ടും നമ്മുടെ സ്കിന്നിലോട്ടും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിലർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, കയ്യിലൊക്കെ ഇങ്ങനെ നരമ്പ് ഇങ്ങനെ എഴിച്ച് നിൽക്കുന്നു, അതിനെന്ത് ചെയ്യണം ശുഭയെന്ന് ചോദിക്കുന്നു. പക്ഷേ അതെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ പെഡിക്യൂർ ചെയ്യുന്നതും മസാജ് ചെയ്യുന്നതും ഓയിൽ കൊണ്ട് നമ്മൾ മസാജ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കുറേ സ്കിന്നിന് രക്തോട്ടമൊക്കെ വർദ്ധിക്കുമ്പോഴേക്കും കുറച്ചൊക്കെ നമുക്ക് സ്കിന്നിൽ കുറച്ച് നല്ല ഒരു ഈ ഞരമ്പിനെയൊക്കെ ഒന്ന് താത്ത് ഇതാക്കാനും സ്കിന്നിന് ഇച്ചിരി ഒരു ഇതായിട്ട് നല്ലൊരു അതിന് പറയുന്നത് ഇച്ചിരി വണ്ണം പോലൊക്കെ നമുക്കൊരിത് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേനുമേ
അങ്ങനെയൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും, പാത്രം കഴുകിയാലും തുണി അലക്കിയാലും ഒക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും, ഇപ്പം എൻ്റെ ഓയിൽ കയ്യിലില്ല എങ്കിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ എടുത്താണെങ്കിലും ഇതാ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തേ. അപ്പോൾ അതിൻ്റേതായ മാറ്റം നമുക്ക് നമ്മുടെ വെള്ളയിലും നമ്മുടെ ഫിംഗർ, അതായത് നമുക്ക് ഇപ്പോൾ ഈ ഇങ്ങനെ എഴിച്ച് നിൽക്കുന്നതല്ലേ പറയുന്നത് കുറേ ആൾക്കാരുടെ, അല്ലാതെ ആ ഒരു കാര്യം അങ്ങനെ അങ്ങോട്ടൊന്നും പെട്ടെന്ന് മാറുന്ന കാര്യമൊന്നുമല്ല. പിന്നെ കുറേയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. നമ്മുടെ വിരലിൽ അങ്ങനെ, നമ്മുടെ കയ്യിൽ അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കുറച്ച് തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കഴുത്തേലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. കഴുത്തേലൊക്കെ ഇത് ഇങ്ങനെയുള്ള മസാജ് കൊടുക്കുക, ഇങ്ങനെ മേലോട്ട് മസാജ് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കഴുത്തിനെ ആകർഷകമാക്കാനും, കഴുത്തിന് നല്ല കളർ വരാനും, കഴുത്തിലെ കറുപ്പ് പോകാനും ഒക്കെ ഇതൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിന് തന്നെ നമുക്ക് തന്നെ മാറ്റം വരും. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പലരും പറയുന്നില്ലേ, ശുഭയെ ഊര് തേച്ച് മസാജ് ചെയ്തിട്ട് അങ്ങനെയായി, കഴുത്ത് ഇങ്ങനെ ഭംഗി വന്നു, കയ്യിലെ ഭംഗി വന്നു, മുഖത്തിന് നല്ല കളർ വന്നു നിങ്ങൾ പറയുന്നില്ലേ. എന്ന് പറഞ്ഞ പോലെ നമ്മളെ സൂക്ഷിച്ചാൽ, നമ്മളെ സംരക്ഷിച്ചാൽ ഏത് കാലാവസ്ഥയിലാണെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല സൂപ്പറായിട്ട് വെക്കാൻ കഴിയും. ഒന്നും വേണ്ട, ഇപ്പോൾ ഈ അലോവേര തന്നെ ഇട്ട് കൊടുത്ത്, ഇത് കണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് വലിയുന്നുണ്ടോ. ഇപ്പം നമ്മൾ ഒരുപാട് നനന്നിരുന്നതല്ലേ, ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേന് തന്നെ അബ്സോർവ് ആയിക്കോളും കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടും. എല്ലാ ദിവസവും നമുക്ക് അലോവേര ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ദേ ഞാൻ ഇത്രയും എടുത്ത് വെച്ച്, ഇനി ഇത് ഞാൻ മുറിച്ചൊരു പാത്രത്തിലകത്താക്കി ഫ്രീസറിൽ വെക്കണ്ട, താഴത്തെ തട്ട വെച്ചാൽ മതി. ഇത് കണ്ടോ, ഇത് നമ്മൾ ഫുള്ള് ഇപ്പം തേച്ചതേ ഒന്നുമില്ല ഇതിനകത്ത് കണ്ടോ. ഇതുപോലെ ആക്കിയെടുക്കണം മസാജ് ചെയ്ത്. അപ്പോൾ വൈകിട്ട് 7:30 നമുക്ക് ലൈവ് വരാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓയിലിൻ്റെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക, എന്ത് ചോദിച്ചാലും പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം പോട്ടെ, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ കഴുകിക്കളയുള്ളൂ. അപ്പോൾ വൈകിട്ട് കാണാം. ബൈ.